താരിയോഗം. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അജു ഡാ, എന്താടാ? നീ ഒന്ന് തിരിഞ്ഞു നോക്കി. ജിത്തു പറഞ്ഞു. അവൻ ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഒന്ന് തിരിഞ്ഞു. അവിടെ അവനെ നോക്കി വെള്ളമറിക്കി നിൽക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളെ കണ്ടതും അവരെ തുറിച്ചു നോക്കിക്കൊണ്ട് ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കി. ഡാ പോനെ, എനിക്കിട്ടുണ്ടാക്കല്ലേ, അജു പറഞ്ഞു. ജിത്തു പൊട്ടിച്ചിരിച്ചു. അജു ബുള്ളറ്റിൽ കയറിയതും ജിത്തു പിന്നിലും കയറി. എന്നും നിന്നെ നോക്കി ഇങ്ങനെ വെള്ളമിറക്കുന്നവരല്ലേ, നിനക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് ചിരിച്ചു കൊടുത്തുവിടടാ. ജിത്തു അവന്റെ തോളിൽ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. അജു ഒന്ന് ചിരിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായി ചിരിക്കുന്ന ഒരു ചിരി. അധികം താടിയില്ലാത്തതുകൊണ്ടാവും ചിരിക്കുമ്പോൾ അവന്റെ കവിളിൽ തെളിഞ്ഞ നുണക്കുഴി ഒന്നുകൂടെ എടുത്തു കാണിച്ചത്. അങ്ങനെ ആരുടെയോ സന്തോഷത്തിന് വേണ്ടി എൻ്റെ പ്രണയഭാവങ്ങൾ ഞാൻ പുറത്ത് കാണിക്കില്ല. അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കൂട്ടി കൂട്ടി വെക്കുന്നതേ എൻ്റെ പെണ്ണിനാ, എൻ്റെ മാത്രം നല്ല ബാധിക്ക്. അവളിലെ ഞാൻ എൻ്റെ പ്രണയം പുറത്തേക്ക് എടുക്കൂ. അവൾക്ക് അതൊക്കെ താങ്ങാനും കഴിയൂ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ വശ്യമായ ചിരിയും ജിത്തു കണ്ണാടിയിലൂടെ നോക്കിയിരുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കളിയോട് അവൻ്റെ പിന്നിൽ തല്ലിക്കൊണ്ട് ചോദിക്കുമ്പോൾ മൗനമായിരുന്നു മറുപടി. ഓർമ്മയിൽ നിന്ന് തിരികെ വന്ന ജിത്തു മുന്നിലിരിക്കുന്നവനെ നോക്കി. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന ചിരിക്ക് അന്നും ഇതുപോലെ തിളക്കമുണ്ടായിരുന്നു. നീ അവളെ അംഗീകരിക്കുമെന്നറിയില്ല. ഇപ്പോഴത്തെ ഈ സ്നേഹമൊക്കെ നിന്റെ മനസ്സിൽ നിലനിൽക്കുമെന്നും അറിയില്ല. പക്ഷേ നിന്റെ നല്ല ബാധി അവൻ അവളേക്കാൾ യോഗ്യത വേറെ ആർക്കും ഈ ഭൂമിയിലില്ല, ഉണ്ടാവില്ല. അജുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ അപ്പോഴാ ഇരിപ്പ് തന്നെയാണ്. ജാനു പതിയെ എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. ജിത്തു വേഗം അജുവിൻ്റെ അടുത്ത് സെറ്റിലിരുന്നു. അജു, അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. അവൻ കണ്ണു തുറന്ന് ജിത്തുവിനെ നോക്കി നേരെ ഇരുന്നു. നീ ഇപ്പം എന്താ ചെയ്ത്? അങ്ങനെയൊക്കെ ചെയ്യാവോ? ജിത്തു പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു. അജുവിൻ്റെ നെറ്റി ഒളിഞ്ഞു. നീ എന്തിനാ നന്ദുവിനെ ഉമ്മച്ച്? അങ്ങനെയൊന്നും പാടില്ല. അവൻ അജുവിനെ മനസ്സിലാക്കാനൊരു ശ്രമം നടത്താൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെയൊന്നും മറ്റുള്ളവർക്ക് മുമ്പിൽ ഉമ്മ വെക്കരുത് എന്നൊക്കെയാണ് പറയാൻ വന്നത്. എൻ്റെ നന്ദയല്ലേ എൻ്റെ ഭാര്യ, എനിക്ക് എന്തും ചെയ്യാം. അവൻ്റെ ആ ഒരൊറ്റ മറുപടിയിൽ ജിത്തുവിൻ്റെ കണ്ണ് തള്ളി. അവൻ അങ്ങനെ പറയുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആയിക്കോ, നിന്റെ ഭാര്യ തന്നെയാ, പക്ഷെ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ചൊന്ന് ഉമ്മ വെച്ചുകൂടാ. അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നീ കുറച്ച് മുമ്പ് ഉമ്മ വെച്ചില്ലേ ആ വയറൂത്ത പെണ്ണിനെ? അത് നിന്നെ പോലെ ചുണ്ടിലൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഒരു വാത്സല്യ ചുംബനല്ലേ, അല്ലാതെ നീ കൊടുത്ത പോലെ എൻ്റെ തെറ്റാ. നീ നിനക്ക് തോന്നിയ പോലെ ചെയ്തോ. നിന്നെ പറഞ്ഞു മനസ്സിലാക്കാനേ നിന്റെ ഭാര്യയ്ക്ക് മാത്രമേ കഴിയൂ. ജിത്തു തോറ്റ് സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അജു അവൻ പോകുന്ന നോക്കി മുകളിലേക്ക് ഓടി. അവനെ നന്ദയുടെ അടുത്തേക്ക്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവൻ മൊത്തത്തിൽ ചുറ്റും നോക്കി. ഇല്ല, റൂമിലെങ്ങും അവളെ കാണുന്നില്ല. അജു തുറന്നിട്ട ബാൽക്കണി വാതിലൂടെ അങ്ങോട്ട് നടന്നു. അവിടെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങനെ നടക്കുന്നു. നന്ദാ, അവനൊരു ചിരിയോടെ വിളിച്ചു. ഉമ്മവെക്കാൻ പറ്റിയതുകൊണ്ടാവും മുഖം പൂനിലാവുദിച്ച പോലെ തെളിഞ്ഞു നിൽക്കുവാണ്. നന്ദു അവൻ്റെ ശബ്ദം കേട്ടും നടത്തു നിർത്തി അവനെ ഒന്ന് തുറിച്ചു നോക്കി. അവിടെ ആ നോട്ടം കണ്ടതും അവൻ മനോഹരമായി ഒന്ന് ചിരിച്ചു. ചിരിച്ച് മയക്കാൻ വന്നിരിക്കാവൂല്ലേ? ഞാൻ വീഴില്ല. ഷർട്ട് അയച്ചിട്ട് വന്നിരുന്നാലും ഞാൻ നോക്കില്ല. പക്ഷെ നാണം കെട്ടു. അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു. നന്ദോ, നന്ദക്കിനോട് പിണക്കാണോ? അവനെ നോക്കാതെ തിരിഞ്ഞു നിൽക്കുന്ന നന്ദയെ നോക്കി അജു അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അവൻ അടുത്ത് വന്നറിഞ്ഞതും അവൾ ഒന്നുകൂടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. നന്ദ എന്നോട് മിണ്ടാത്തേ? അവന്റെ ശബ്ദമിടറിയിരുന്നു. അത് മനസ്സിലായതും അവൾ പെട്ടെന്ന് അവന് നേരെ തിരിഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയ്യേ, എൻ്റെ അജു കരയാണോ? അവൾ അവന്റെ കണ്ണുകൾ പതിയെ തുടച്ചു കൊടുത്തു. അവൻ മൂക്ക് വലിച്ചു. സങ്കടം വന്ന് നിൽക്കുവാണ്. അവിടെ ആ മുഖം തിരിക്കലാതെ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അജുവിനെ ഒന്ന് പറ്റിച്ചതല്ലേ? അജു എന്തിനാ അങ്ങനെ ചെയ്തേ? അതുകൊണ്ടല്ലേ നാണം കിട്ടില്ല ഞാൻ. അവൾ പറഞ്ഞവന് മനസ്സിലായില്ല. അവന്റെ മുഖത്ത് അപ്പോഴും സംശയമാണ്. എന്തിനാ ഉമ്മ വെച്ച്? നന്ദ ചോദിച്ചിട്ടല്ലേ? അവന്റെ നിഷ്കളങ്കമായ മറുപടി. നന്ദ അവന്റെ കവിളിൽ പതിയെ തലോടി. ഞാൻ ഉമ്മ ചോദിച്ചു, അത് സത്യം. പക്ഷെ അജുവിന് എൻ്റെ കവിളിലോ നെറ്റിയിലൊക്കെ ഉമ്മ വെച്ചുകൂടായിരുന്നോ? ചുണ്ടിലെന്തിനാ ഉമ്മ വെച്ചേ? അവൾ അവന്റെ കവിളിലുള്ള കൈ പതിയെ തഴുകിക്കൊണ്ട് ആർദ്രമായി ചോദിച്ചു. അവന്റെ ചുണ്ടിൽ മനോഹരമായ ചിരി വിടർന്നു. എനിക്ക് അവിടെ ഉമ്മ വെക്കുന്ന ഇഷ്ടം. നല്ലതാ, നല്ല രസം. ഇനിയും ഉമ്മ വെക്കട്ടെ. അജുവിന്റെ കാറ്റ് പോലെയുള്ള താഴ്മയോടെയുള്ള ശബ്ദം കേട്ടതും അവൾ വാ തുറന്നു. എന്താ അതിനോടൊക്കെ പറയാ? അജുവിന്റെ മുഖം അവൾക്ക് നേരെ താഴ്ന്നു വന്നു. നന്ദു അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. അവന്റെ നിശ്വാസം അവളുടെ ചുണ്ടിൽ തട്ടിയതും അവൾ കണ്ണുകൾ അടച്ചു. അജു അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ ചുണ്ടുകളെ പുണർന്നു. രണ്ടുപേരുടെയും ചുണ്ടുകൾക്കിടയിൽ നിന്ന് ആ നിമിഷം തന്നെ ആ ശബ്ദം പുറത്തേക്ക് വന്നു.
അജുവിൻ്റെ കൈ അവളുടെ ധാവണി ഷോള് മാറ്റി അവളുടെ നഗ്നമായ ഇടുപ്പിൽ തടവിക്കൊണ്ടിരുന്നു. നന്ദു അവളുടെ കൈ ഉയർത്തി അവൻ്റെ തൊണ്ടയിൽ വെച്ചു. അവൻ്റെ തൊണ്ട അനങ്ങുന്നത്, അവൻ ഉമിനീരിറക്കുന്നത് അവളുടെ കൈ കൊണ്ട് അവൾക്കറിയാൻ സാധിച്ചു. അജു അപ്പോഴും അവളുടെ ചുണ്ടുകളെ വിടാതെ നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അജു അവളുടെ കീഴ്ചുണ്ടിൽ നിന്ന് അകന്ന് മേൽചുണ്ടിലേക്ക് കയറി അവയെ നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ 2 ചുണ്ടുകളും അവൻ ഒരുപോലെ അവയെ നുണഞ്ഞിറക്കാൻ ഉപയോഗിച്ചു. പതിയെ തുടങ്ങിയ ആ ചുംബനം വന്യമാകുന്നത് അവൾ അറിഞ്ഞു. ഒപ്പം ഇടുപ്പിൽ മുറുകി അവൻ്റെ കൈകളുടെ മുറുക്കവും കൂടി. അജു അവളുടെ ചുണ്ടിൽ കടിക്കാൻ വേണ്ടി അവൻ്റെ ചുണ്ടുകളകത്തി പല്ലുകൊണ്ട് അമർത്താൻ തുടങ്ങിയ നിമിഷം തന്നെ അവൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ചു പിന്നിലേക്ക് തള്ളി. അവൾ പിന്നിലേക്ക് നിന്ന് നെഞ്ചിൽ കൈവച്ച് ആഞ്ഞ ശ്വാസം വലിച്ചു വിട്ടു. അജു പിന്നിലേക്ക് 2 അടി വെച്ചതും ബാൽക്കണി വാതിൽ പിടിച്ചു നിന്നു നന്ദു. കിതച്ചുകൊണ്ട് അവനെ നോക്കി ഇളിച്ചു നിൽക്കുകയാണ്. യാതൊരു കൂസലുമില്ല. നീ ശരിയല്ല, പോയി. അവനെ തള്ളി മാറ്റി അവൾ റൂമിൽ കയറി. അജു ഒരു ചിരിയോടെ അവൾക്ക് പിന്നാലെ നടന്നു. മുന്നിൽ പോകുന്നവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൾ അവന് നേരെ തിരിച്ചു നിർത്തി. എനിക്ക് മതിയായില്ല. അവൻ്റെ ആ വാക്കുകൾ കേട്ടത് അവൾ നെഞ്ചത്ത് കൈവച്ചു. ഈശ്വര, മതിയായില്ലെന്നോ? അവൾ അവനെ തുറിച്ചു നോക്കി. അവനൊരു ചിരിയോടെ തലവുലുക്കി. അല്ല, മതിയാവോളം കടിച്ചു പറിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിലേ അധികാരം കടിച്ചു പറിക്കാൻ എൻ്റെ ചുണ്ടിവിടെ ഉണ്ടാവില്ല. അത് വേണോ? അവളുടെ ചോദ്യത്തിൽ അവൻ വേണ്ടെന്ന് തലയാട്ടി. നിനക്ക് ശരിക്കും വല്ല കുഴപ്പമുണ്ടോ? ചില നേരത്തെ മട്ടുംപാവ് കണ്ടാൽ തോന്നുന്നു എനിക്കൊരു കുഴപ്പമില്ലെന്ന്. നന്ദു അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അതിന് എനിക്കെന്താ കുഴപ്പം? ഞാൻ നല്ല കുട്ടിയല്ലേ? പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി നീയാ. അവൻ്റെ ചോദ്യത്തിന് അവളൊരാക്കിലോടെ മറുപടി പറഞ്ഞു. പക്ഷേ ആ ആക്കിൽ അവന് മനസ്സിലായില്ല. എനിക്കിഷ്ടമാ. എന്ത്? നന്ദയെ ഉമ്മക്കാൻ എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ഉമ്മക്കട്ടെ? ഇതിപ്പോൾ എന്നെക്കാൾ വലിയ കോഴിയാണല്ലോ. വേണ്ടാന്ന് എന്തായാലും പറയണ്ട. ഇതൊക്കെയല്ലോ രസം. വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കും? എങ്ങനെ എടുത്താലെന്താ, എൻ്റെ ഭർത്താവല്ലേ. ഇങ്ങനെയല്ല വേറെ ആരും എനിക്ക് ഉമ്മരാനുള്ളത്. നന്ദു ആലോചനയ്ക്ക് ശേഷം പതിയെ തലകുലുക്കി. മുഖമൊക്കെ ചുവന്ന് കയറുന്നു. ഈശ്വര, എനിക്കൊന്നാണോ? എനിക്കിനി ചത്താലും വേണ്ടില്ല. ഇതൊക്കെ എവിടെ പോയി നിൽക്കുമോ എന്തോ. ചിന്തകൾ കാട് കയറുമ്പോഴാണ് അജുവിനെ നിശ്വാസം മൂക്കിൽ തട്ടിയത്. നന്ദു വേഗം പിന്നിലേക്ക് നിന്ന് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞു. എന്താ? നന്ദ പറഞ്ഞില്ലേ ഉമ്മ വെച്ചോളാൻ, എനിക്ക് ഉമ്മ നോക്കണം. ചെക്കൻ വീണ്ടും അടുത്തേക്ക് വരുന്നേണ്ടതും അവൾ പല്ലിൽ കടിച്ചു പൊട്ടിച്ചു. ഇതിനെ കൊണ്ട് മലങ്ങിയല്ലോ ദൈവേ. അങ്ങനെ തോന്നുമ്പോഴൊന്നും ഉമ്മ നോക്കാൻ പറ്റില്ല, ഇടക്കിടക്ക്. ഇപ്പൊ ഉമ്മ വെച്ചില്ലേ, ഇനി രാത്രി മതി. അത് പറയുമ്പോൾ നന്ദുവിൻ്റെ ചുണ്ടിൽ ചിരി വിടർന്നു. എനിക്ക് വയ്യ. അവൾ സ്വയം തലയിലൊന്ന് അടിച്ചു. പിന്നെ അവനെ നോക്കാതെ ബാത്റൂമിൽ കയറി. അജുവിൻ്റെ കണ്ണുകൾ അപ്പോൾ ക്ലോക്കിലായിരുന്നു. രാത്രിയാവാൻ എത്ര സമയം കഴിയണം? ക്ലോക്കിലേക്ക് നോക്കിയൊന്നും മനസ്സിലാവാത്ത കൊണ്ടാവും പുറത്തേക്ക് നോക്കിയത്. നല്ല വെളിച്ചമാണ്. എപ്പോൾ ഇരുട്ടാവും? ഇതിപ്പോ രാവിലെ അല്ലേ, ഇനി ഉച്ചയുണ്ട്, വൈകുന്നേരമുണ്ട്, എന്നിട്ടല്ലേ രാത്രി. അപ്പൊ കുറെ നേരമുണ്ട്. പറയുന്നതോടൊപ്പം അവൻ ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ബെഡിലിരുന്നു. മുഖം വല്ലാതെ മങ്ങിയിരുന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും അജു എന്തൊക്കെയോ ആലോചിച്ച് ബെഡിലിരിക്കുകയാണ്. അവനെ മൈൻഡ് ചെയ്യാൻ പോയില്ല. പോയാലത് അവൾക്ക് തന്നെ പാരയാവുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് അവൾക്കൊരു ഏകദേശ ധാരണയുണ്ടായിരുന്നു. ഈ പകലിനെ എങ്ങനെ രാത്രിയാക്കും, അതാണ് അവൻ ചിന്തിക്കുന്നത്. ഉണ്ടേ വാ, ഞാൻ പോവാ. പറയൽ അവൾ വേഗത്തിൽ താഴേക്ക് നടന്നു. എന്തിനെന്ന് അവൾക്ക് പോലും അറിയില്ല. എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അവൾ. എനിക്ക് നിന്നെ ലാജു പേടി. എനിക്ക് എന്നെ തന്നെയാ പേടി. ഇതുവരെ പിടിച്ചേക്കാൻ കഴിഞ്ഞ പോലെ എനിക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഇടുപ്പിലൊക്കെ കൈവച്ച് അമൃത്തുമ്പോ കൺട്രോള് പോവാടാ. ഇതൊക്കെ ആരോടൊന്ന് പറയാ. സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. പിന്നാലെ അജു ഉണ്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അവളുണ്ടെങ്കിൽ അവൻ റൂമിലിരിക്കും, അല്ലെങ്കിൽ അവൻ ഇരിക്കില്ല. രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജിത്തുവും ജാനുവും മാറ്റി നിൽക്കുന്നുണ്ട്. നിങ്ങളെ കേട്ടാ? ഇവള് ഹോസ്പിറ്റൽ കാണിക്കേണ്ട ദിവസം, പോയിട്ട് വരട്ടെ, നിങ്ങളുണ്ടോ? ജിത്തു നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. നന്ദു നോക്കിയത് അജുവിനെയാണ്. പുല്ല്, ഇപ്പോഴും പുറത്തേക്ക് നോക്കി നിൽക്കുക. ഇരുട്ടാവുന്ന നോക്കി ഇതിനെ പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ? ഇനി ഒരിക്കലും ഉമ്മ വെക്കണമെന്ന് പറയരുത്. അല്ലേ പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു പണ്ടാര ഉമ്മ? അജു അജു ഞെട്ടിക്കൊണ്ടുള്ള അജുവിനെ നോട്ടം കണ്ടപ്പോഴാണ് അലറിൽ ഇത്തിരി കൂടുതലായി പോയെന്ന് അവൾക്ക് തോന്നിയത്. എന്റെ നന്ദു, വയറിലിരിക്കുന്ന എന്റെ കുഞ്ഞു വരെ ഞെട്ടിയല്ലോ. വയറിൽ കൈവച്ച് ജാനു പറയുമ്പോൾ നന്ദു വിളിച്ചു. പിന്നെ അജുവിനെ നോക്കി.
എന്ത് നോക്കിക്കുക? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഏട്ടൻ ചോദിച്ചേട്ടോ, അവര് പുറത്തു പോവാ, നമ്മൾ പോരുന്നുണ്ടോന്ന്. പോണോ? അജുവിനെ നോക്കി കാര്യമായി കണ്ണുരുട്ടിയാണ് ചോദ്യം. എന്നാൽ അജു ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ജിത്തുവും ജാനുവും പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു. പറ, പുറത്തു പോണോ? ഒന്നുകൂടെ കനത്തിൽ ചോദിച്ചും അജു തലകുലുക്കി. എങ്കിൽ പോയി ഡ്രസ്സ് മാറ്. അതേ ഗൗരവത്തിൽ കണ്ണുരുട്ടി പറയുമ്പോൾ അജു തലകുലുക്കി. ആ ചിരിയോടുകൂടി തന്നെ മുകളിലേക്ക് കയറി. ഞങ്ങളുണ്ട്, ഓടിപ്പോയി ഡ്രസ്സ് മാറ്റി ഓടി വരാം. അവർ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണെന്ന് അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെയൊക്കെയല്ലേ അജുവിനെ കൊണ്ട് പുറത്തു പോകാൻ പറ്റുന്നു. പിന്നെ വേറൊരു ഉദ്ദേശമുണ്ട്. ഈ കഴിഞ്ഞു പോകുന്നൊന്നും അജുവിന് ഓർമ്മയില്ലാതിരുന്നാൽ മതിയായിരുന്നു. മുകളിലേക്ക് ഓടിക്കയറുന്ന നന്ദുവിനെ നോക്കി ജിത്തു കാര്യമായി പറഞ്ഞു. ജാനു ഒന്നും മനസ്സിലാവാതെ ജിത്തുവിനെ നോക്കി. അവനെങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നതിനൊക്കെ കൂടി അവൻ തിരിച്ചു കൊടുത്താലേ അവള് താങ്ങില്ല. ജിത്തു കളിയായി പറയുമ്പോൾ ജാനു ഒന്ന് ചിരിച്ചു. ശരിയാണ്, പക്ഷെ മറ്റുള്ളവരെ പോലെ കടുത്ത ഭാഷയിലൊന്നും അവൾ ചീത്ത പറയില്ല, ദേഷ്യപ്പെടില്ല. ആ കണ്ണുരുട്ടിലും മുഖത്ത് വരുത്തി തീർത്ത ഗൗരവവും മാത്രമേ ഉള്ളൂ. ഉള്ളു നിറയെ അവനോടുള്ള സ്നേഹമാണ്. നന്ദു റൂമിൽ കയറുമ്പോൾ അജു ഷെൽഫ് തുറന്ന് അതിലേക്ക് നോക്കി നിൽക്കുവാണ്. അത് ശരി, ഇവിടെ ഇങ്ങനെ തൂണ് പോലെ നിൽക്കുവാണോ? ദാ ഇതിട്ടോ. പറയുന്നതിനോടൊപ്പം അവൻ്റെ അടുത്തേക്ക് വന്ന് ഒരു റെഡ് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇട്ടതയച്ച് ഇതിട്, ഞാൻ ബാത്റൂമിൽ കയറി മാറ്റാം. അതും പറഞ്ഞുകൊണ്ട് അവൾ ഷെൽഫ് തുറന്നൊരു നീല നിറത്തുള്ള ചുരിദാർ എടുത്ത് കയ്യിൽ പിടിച്ചു. പിന്നെ എന്തോ ഓർത്ത പോലെ ആ ചുരിദാർ അതിൽ തന്നെ വെച്ച ശേഷം ഒരു ചുവന്ന ചുരിദാർ എടുത്ത് കയ്യിൽ പിടിച്ചു. അതെന്തോ നന്ദിക്ക് ഇവിടുന്ന് മാറ്റിക്കൂടെ? ആഹാ. ബാത്റൂമിലേക്ക് പോകുമ്പോഴാണ് പിന്നിൽ നിന്ന് ആ ശരീരി. പാവം, ഇപ്പോഴാണ് അത് ആലോചിച്ചെന്ന് തോന്നുന്നു. നന്ദു തിരിഞ്ഞ് അവനെ നോക്കി. ടീഷർട്ട് അഴിച്ചിട്ടുണ്ട്. പുറത്ത് കാണുന്നതന്നെ ഇങ്ങനെ കെട്ടിപ്പൊട്ടണമെന്നറിയാൻ നിൽക്കുക. അപ്പോഴകത്തുള്ളൂടെ കാണിക്കേണ്ടത്. പറഞ്ഞില്ല. ഒരു തുറിച്ചു നോട്ടം കൊടുത്ത് ബാത്റൂമിൽ കയറി. അവൾ പോകുന്നത് നോക്കി അജു ഡ്രസ്സ് മാറ്റി. അവൻ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞു നന്ദു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. ബാത്റൂം തുറക്കുന്ന ശബ്ദം കേട്ടതും അജു തിരിഞ്ഞു നോക്കി. നന്ദുവിനെ കണ്ട അവന്റെ ചുണ്ടുകൾ വിടർന്നു, കണ്ണുകൾ തിളങ്ങി. ഓ, നന്ദു സുന്ദരിയായിട്ടുണ്ട്. അജുകളുടെ മുഖത്തുനിന്ന് കണ്ണ് മാറ്റാതെ പറഞ്ഞു. നന്ദു ഒന്ന് ചിരിച്ച ശേഷം കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടികെട്ടി ഒരു ചെറിയ പൊട്ടിട്ട് ചെറുതായി പൗഡറിട്ട് ഷാൾ ഒരു തോളിൽ വിടർത്തിയിട്ട് അജുവിന് നേരെ തിരിഞ്ഞു. ആ ചുവന്ന ഷർട്ടിൽ അവനും കൊള്ളാം. കയ്യിൽ ഹെയർ സെറം സ്പ്രേ ചെയ്ത് അവൻ്റെ മുടിയിലൂടെ തഴുകി വിട്ടു. ഒതുക്കമില്ലാത്ത ആ മുടിക്കൊരു ഒതുക്കം വന്ന പോലെ തോന്നിച്ചു. ഒപ്പം അവൻ്റെ മീശയും താടിയുമൊക്കെ ശരിയാക്കി കൊടുത്ത ശേഷം അവൻ്റെ കയ്യിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിന്നു. അടിപൊളി, നമ്മൾ സൂപ്പറാണ് അജുട്ട. അവൻ്റെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ പറയുമ്പോൾ അജു ആ ചിരിയിലേക്ക് തന്നെ നോക്കി നിന്നു. ആ, ഇനി നടക്ക്, അവർ കാത്തുനിന്ന് മടുത്തു ആവോ. പറഞ്ഞുകൊണ്ട് ഷെൽഫ് തുറന്ന് അജുവിന്റെ മെഡിക്കൽ റിപ്പോർട്ടും മരുന്നുമൊക്കെ അവരുടെ ബാഗിലാക്കി അജുവിന്റെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു. അജു എന്നത്തെയും പോലെ അവിടെ തോളിൽ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി. താഴേക്ക് ഇറങ്ങി വരുന്ന അവരെ കണ്ട് സേതുമയുടെയും ജിത്തുവിന്റെയും ജാനുവിന്റെയും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. അത്രമേൽ മനോഹരമായ ജോഡി. അവന്റെ ഷർട്ടിന്റെ അതേ നിറത്തിലുള്ള ചുവന്ന ചുരിദാറിട്ട് അവനോട് ചേർന്ന് നിൽക്കുകയാണവൾ. മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. നെറ്റിയിൽ നല്ല കട്ടിയിൽ സിന്ദൂരം ഇട്ടിട്ടുണ്ട്. ചുരിദാറിന്റെ പുറത്ത് അർജുൻ എന്നെഴുതിയ താലിമാലയും അവളിൽ എടുത്തു കാണിച്ചു. പോയാലോ? നന്ദു ചോദിക്കുമ്പോൾ ജിത്തു ഒരു ചിരിയോടെ തലയാട്ടി ജാനുവിനെ പിടിച്ച് മുന്നോട്ട് നടന്നു. അവൻ്റെ അടുത്ത് എന്തൊക്കെയോ പിറുവിറുത്ത് രാവണിയും പത്മയും നിൽക്കുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാൻ നന്ദു പോയില്ല. പോയാൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയാതെ ഇറങ്ങാൻ തോന്നില്ല. അത് നല്ലതിനല്ല. അതുകൊണ്ട് ഒന്നുമിടാൻ സേതുമയോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അജുവിനോട് ചേർന്ന് നിന്ന് നടന്നു. ജിത്തുവും ജാനുവും മുന്നിൽ കയറി, നന്ദു അജുവും പിന്നിലും. അതെ, ഈ കൈയൊന്ന് മാറ്റുമോ? തോളിൽ പിടിച്ച് അവൻ്റെ കൈ ചൂണ്ടി കാറിലേക്ക് കയറുമ്പോൾ അവളൊന്ന് ചോദിച്ചു. അതെടുക്കാൻ കയറാൻ പറ്റില്ലെന്ന് തോന്നിയുണ്ടാവും അവൻ ആ കൈ മാറ്റിയത്. നന്ദു അവൻ്റെ അടുത്തിരുന്ന് ഡോർ അടച്ചതും ആ കൈ അതുപോലെ തോളിൽ മുറുകി. നന്ദു തലയിരിച്ച അജുവിനെ നോക്കി. അവൻ കണ്ണിമ വിട്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഓ, നന്ദെന്തു സുന്ദരിയാന്നറിയോ? ഇതിനെ കൊണ്ട് അവൾ വെറുതെ ഒന്ന് ചിരിച്ചു. ഈ കാറിൽ വെച്ചൊന്ന് ഉമ്മക്കാതിരുന്ന മതിയായിരുന്നു. അതേ, നമ്മൾ രാത്രിക്ക് മുന്നേ വരില്ലേ? അത് കേട്ടതും നന്ദുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അയ്യോ, എന്താ ഒരു ശുഷ്കാന്തി. അവളൊന്ന് തലകുലുക്കി. മുഖം 1000 വാട്ടിൽ കത്തി നിൽക്കുന്നു. അവളൊന്ന് ചിരിച്ച് അവനോട് ചേർന്നിരുന്നു. അവരെ തന്നെ നോക്കിക്കൊണ്ട് ജിത്ത് കാറ് മുന്നോട്ടെടുത്തു. രാത്രിയാവാൻ കാത്ത് പുറത്തേക്ക് നോക്കി അജു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.